ചെയ്തിടണേ. കണ്ണീരുമാച്ചിടുവാൻ ഇന്നെന്നിൽ നിറയണമേ. തിരുരക്തമൊഴുക്കണമേ, അഭിഷേകം ചെയ്തിടണേ. കണ്ണീരുമാച്ചിടുവാൻ ഇന്നെന്നിൽ നിറയണമേ. ഒന്നായി പാടി മാറ്റിടാം, കൈത്താളത്തോടെ പാടിടാം. വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. ഒന്നായി പാടി മാറ്റിടാം, കൈത്താളത്തോടെ പാടിടാം. വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. ശാപങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ അഭിഷേകമൊഴുകിടുന്നു. ശാപങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ അഭിഷേകമൊഴുകിടുന്നു. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞിടുക നീ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞിടുക നീ. ഒന്നായി പാടി വച്ചിടാം, കൈത്താളത്തോടെ പാടിടാം. വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവാണ് നമ്മുടെ സമാധാനം. അവന്റെ സമാധാനത്തിന്റെ ചിറകുകളിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും യേശുക്രിസ്തു നൽകുന്ന സമാധാനത്തിൽ പങ്കുകാരാകുവാൻ പ്രാർത്ഥിക്കാം. യേശുവിന്റെ ജീവിതവും യേശുവിന്റെ മരണവുമാണ് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ ശക്തി സ്രോതസ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം, ദൈവമേ, എന്റെ ജീവിത വഴികളിൽ നിന്റെ ശക്തി നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിത വഴികളിൽ ശാന്തിയായും സമാധാനമായും ഉണ്ടാവണമേ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് വഴികാട്ടിയായി മാറട്ടെ. ആമേൻ. മിശിഹായിൽ ഏറെ സ്നേഹമുള്ള ദൈവജനമേ, യേശുക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. യേശുക്രിസ്തുവിന്റെ ജീവിതവും യേശുവിന്റെ മരണവും ഉദ്ധാന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു. യേശുവിന്റെ മരണസമയത്തെ അല്പസമയം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മരണ അനുഭവത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 39-ാം വചനത്തിൽ ഇങ്ങനെ കുറിച്ചു വച്ചിരിക്കുന്നു: അവന് അഭിമുഖാൻ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മരണം കണ്ട സമയത്ത് ശതാധിപൻ വിളിച്ചു പറയാണ്, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. ഒരു മരണം മറ്റു വ്യക്തികളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ മരണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ആ കുരിശിന് കീഴെ നിന്നിരുന്ന വ്യക്തി പറയുക, ഇത് സത്യമായും ദൈവപുത്രനായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മരണം അനേകർക്ക് പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുതലായി മാറി. ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് കീറി മുറിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു മരിക്കുന്നത്, AD എന്നും BC എന്നും. യേശുവിന്റെ സാന്നിധ്യം വ്യക്തികളിൽ അഭിഷേകവും കൃപയും നൽകുന്നു. ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിക്കേണ്ടതെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിലെ മരണം എങ്ങനെയുള്ളതായിരിക്കും? അതല്ല എങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നീ മരിക്കുമ്പോൾ ആര് നിനക്ക് വേണ്ടി കരയും? അങ്ങനെ ഒരു പുസ്തകം തന്നെയുണ്ട്. റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകത്തിന്റെ പേരാണ് നീ മരിക്കുമ്പോൾ ആര് നിനക്ക് വേണ്ടി കരയും. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ രചയിതാവിനോട്
ആ രചയിതാവിന്റെ അപ്പൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലിങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു: മോനെ, നീ ജനിച്ചപ്പോൾ നീ കരഞ്ഞു, നീ മരിക്കുമ്പോൾ നീ ചിരിക്കുകയും ലോകം മുഴുവൻ കരയുകയും വേണം. മോനെ, നീ ജനിച്ചപ്പോൾ നീ കരഞ്ഞു, നീ കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിലോട്ട് വന്നത്. എന്നാൽ നീ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കണം? ലോകം മുഴുവൻ കരയുകയും നീ ചിരിക്കുകയും വേണം. അങ്ങനെ ഒരനുഭവം സ്വന്തമാക്കണമെങ്കിൽ എന്തു വേണമെന്ന് ബൈബിളാണ് നമുക്ക് ഉത്തരം നൽകുന്നത്. യേശുവിലുള്ള ജീവിതം ഒരു വ്യക്തിയുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും നൽകുകയും ലോകത്തിന് ആ വ്യക്തി അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് വഴി നമ്മുടെ മരണം മറ്റുള്ളവർക്ക് കരയാൻ ഒരവസരമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, പലരുടെയും മരണം നമ്മൾ കണ്ടിട്ടുണ്ട്, ശവസംസ്കാരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, പലരുടെയും മരണത്തെക്കുറിച്ച് ഞെട്ടലോടുകൂടെ കേട്ടിട്ടുണ്ട്. എല്ലാ മരണവും അതിൽ തന്നെ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നതാണ്. എന്നാൽ യേശുവിൽ മരിക്കുന്ന വ്യക്തിക്ക് വചനം പഠിപ്പിക്കുന്നു നിത്യജീവനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരണം അതിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് മരണശേഷം ഒരു ജീവനുണ്ട് എന്നുള്ളതാണ്. ആയതിനാൽ നമുക്ക് നമ്മുടെ മരണത്തിൽ അഭിമാനിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുമ്പോൾ മറ്റുള്ളവർ കരയണമെങ്കിൽ നമ്മൾ അവർക്കെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവണം. നന്മ ചെയ്തെങ്കിലല്ലേ അവർ കരയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പലരുടെയും മരണത്തിൽ നാട്ടുകാർ സന്തോഷിക്കുന്ന കണ്ടിട്ടുണ്ട്. നാശം, അവൻ എങ്ങനെയെങ്കിലും പോയല്ലോ, അവൻ മരിച്ചല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആരെക്കുറിച്ചാണ് അങ്ങനെ പറയാറ്? സാധാരണഗതിയിൽ പറയുന്നത് ക്രൂരത ചെയ്യുന്നവർ, സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നവർ, കുടുംബത്തിന് വേണ്ടാത്തവർ, അങ്ങനെ മരിക്കുന്നവരെ കുറിച്ചാണ് ജനം പറയുന്നത്. നാശം, അവൻ പോയല്ലോ, അവന്റെ മരണത്തോടുകൂടി ആ വീട് രക്ഷപ്പെട്ടു, അങ്ങനെ പലതും പറയും. അവന്റെ മരണം അവന് ദുഃഖം മാത്രമല്ല, ലോകത്തിന് മുഴുവൻ സന്തോഷം പകരുകയും ചെയ്യും. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മരിക്കുമ്പോൾ, ഒരു ദൈവമകനും ദൈവമകളും മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടാവുകയും ലോകത്തിന് സങ്കടം കൊടുക്കുകയും ചെയ്യണം. അവർ സങ്കടപ്പെടണമെങ്കിൽ നമ്മൾ അവർക്ക് സന്തോഷം കൊടുത്തിട്ടുണ്ടാവണം, നമ്മൾ അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടാവണം. നന്മ ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും മരണസമയത്ത് ലോകം മുഴുവൻ കരയും. അതുകൊണ്ടാണ് മദർ തെരേസ മരിച്ച അവസരത്തിൽ മദർ തെരേസയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ ലോകം മുഴുവൻ നിന്നും എല്ലാ പ്രതിനിധികളും എത്തി. രാജ്യതല നേതാക്കന്മാരൊക്കെ എത്തിച്ചേർന്നു. അവരൊക്കെ വന്ന് കണ്ണുനീരോടെ നിന്ന് എന്തുകൊണ്ടാണ്? ഈ മദർ തെരേസയിലൂടെ, വിശുദ്ധ മദർ തെരേസയിലൂടെ അനേകം കൃപകള്, അനേക തരത്തിലുള്ള നന്മകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ നാട്ടില് നല്ല ദൈവവേല ചെയ്ത് ജീവിച്ച് കടന്നുപോയ ചിലരുടെയൊക്കെ ശവസംസ്കാര ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ? ദൈവജനം മുഴുവൻ പൊട്ടിക്കരച്ചിലാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു വൈദികന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനിടയായി. അവിടെയുണ്ടായിരുന്ന ജനം മുഴുവൻ വാവിട്ട് നിലവിളിക്കുകയാണ്. കാരണം എന്താണ്? ഈ അച്ഛൻ സേവനം ചെയ്ത ഇടവകളിലൊക്കെ വലിയ നന്മ ചെയ്തിട്ടാണ് കടന്നുപോയത്. അവിടുന്നൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ വാഹനങ്ങൾ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അച്ഛൻ മരിച്ചല്ലോ എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ആ ശവസംസ്കാര പങ്കെടുത്ത അവസരത്തിൽ ഒരു കാര്യം മനസ്സിലായി: കിടക്കുന്ന അച്ഛന്റെ ഉള്ളിൽ ശാന്തി, സമാധാനം. എന്നാൽ പുറത്തു വന്നിരിക്കുന്ന എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീ മരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ആര് കരയും? നീ മരിക്കുമ്പോൾ നിന്റെ ഉള്ളിലുള്ള വികാര പ്രകടനങ്ങൾ എന്തായിരിക്കും? ഈ അടുത്ത നാളുകളിൽ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെയൊക്കെ മേധാവിയായിരുന്ന സ്റ്റീവ് ജോബ്സിന്റെ മരണ സമയത്ത് കുറിപ്പ് വായിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, സങ്കടകരമായ കാര്യങ്ങളാണ് അദ്ദേഹം ആ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുക. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്റെ ജീവിതം മുഴുവൻ ധനത്തിന് വേണ്ടിയിട്ടാണ് ഓടിയത്. ബിസിനസ് കാര്യങ്ങളിൽ ഞാൻ വളരെ നന്നായിട്ടെല്ലാം ചെയ്തു. ഞാൻ അതിനു വേണ്ടിയിട്ട് മാത്രമേ സമയം കണ്ടെത്തിയിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഞാൻ നേടിയ ബഹുമതികളും പുരസ്കാരങ്ങളും അർദ്ധശൂന്യമായ അംഗീകാരങ്ങൾ മാത്രം. ആരെയും പറയണമെന്നറിയോ? മാധ്യമ ലോകത്തെ ജഗജില്ലി ഇദ്ദേഹമാണ്. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ മാത്രമല്ല, പല കമ്പനികളുടെ സിഇഒ ആയിരുന്നു. വലിയ മനുഷ്യൻ. ഇദ്ദേഹം ഒത്തിരി ബഹുമതികളും ഒത്തിരിയേറെ അംഗീകാരങ്ങളും വാങ്ങി. എന്നാൽ അദ്ദേഹം തന്റെ മരണസമയത്ത്, അദ്ദേഹം ആശുപത്രി കിടക്കയിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കുറിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? ഞാൻ നേടിയ ബഹുമതികളും ഞാൻ നേടിയ വലിയ അവാർഡുകളും എനിക്ക് ഉപകാരപ്രദമാവുന്നില്ല.
ആശുപത്രിയിലെ വിജനതയിൽ, ആശുപത്രിയിൽ ഒറ്റപ്പെട്ട അവസരത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോൾ കിടക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് മരണത്തിന്റെ കാലൊച്ചകൾ മാത്രം. മരണത്തിന്റെ കാലൊച്ചകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് ദൈവത്തിന്റെ കാലൊച്ചകളാണ്. ഞാൻ കേൾക്കുന്നത് മറ്റൊന്നുമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ സമയം മുഴുവൻ ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുമ്പോൾ ഇങ്ങനെ കുറിച്ചു വെച്ചിരിക്കുന്നു, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായാലും ജീവിതത്തിന്റെ സമയത്തിന്റെ തിരശീല വീഴുന്നത് അഭിമുഖീകരിക്കേണ്ടി വരും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും കണ്ടെത്തേണ്ട നിധിയാണ് സ്നേഹം. സ്റ്റീവ് ജോബ്സ് പറയുകയാണ്. അദ്ദേഹം ഇഷ്ടംപോലെ ലോകം മുഴുവൻ അവാർഡ് വാങ്ങിക്കൂട്ടി, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു, ധനത്തിന്റെ പിന്നാലെ പോയി. അവസാനം കുറിച്ചു വെച്ചിരിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ നിധിയാണ് സ്നേഹം. അത് നിന്റെ വീട്ടുകാർക്ക്, നിന്റെ സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, നിന്നോട് ബന്ധമുള്ളവർക്ക് ലോകം മുഴുവൻ കൊടുക്കുക. അങ്ങനെ നിന്റെ മരണസമയത്ത് നിനക്ക് ശാന്തമായിട്ട് മരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുവട്ടത്തും പലരുടെയും മരണം കണ്ടിട്ട് നമുക്ക് സങ്കടം തോന്നിയിട്ടില്ലേ? പലരുടെയും മരണസമയത്ത് അവർ അസ്വസ്ഥരായിട്ടാണ് മരിച്ചിട്ടുള്ളത്. രവീന്ദ്രനാഥ ടാഗോർ, പ്രിയപ്പെട്ടവരെ, വലിയ മനുഷ്യനാണ് അല്ലെ, നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം. ശിഷ്യൻ ചോദിച്ചു, സാറേ രവീന്ദ്രനാഥ ടാഗോർ, എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ പൊട്ടിക്കരയുന്നത്? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഉള്ളിലുള്ള ആ ഒരു കവിത എനിക്ക് എഴുതാമായിരുന്നല്ലോ. എനിക്ക് എഴുതാൻ പറ്റാതെ പോയ എത്രയോ വരികളുണ്ട്, എനിക്കൊരു കവിതയും കൂടെ എഴുതാമായിരുന്നല്ലോ. സങ്കടപ്പെട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആൽബർട്ട് ഐൻസ്റ്റീൻ കേട്ടിട്ടില്ലേ? വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹമാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം നടത്തിയത്. E=mc², വലിയ കണ്ടുപിടുത്തം നടത്തിയ വ്യക്തി. അദ്ദേഹത്തിന്റെ മരണസമയത്ത് ശിഷ്യന്മാർ ചോദിച്ചു, സാറേ, താങ്കൾക്ക് ഇനി ഒരു ജീവിതം കൂടെ ദൈവം തരികയാണെങ്കിൽ ആ ജീവിതം വഴി വീണ്ടും ശാസ്ത്രജ്ഞനാവുകയും ഇപ്പോൾ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ വീണ്ടും തുടരുകയും ചെയ്യുകയില്ലേ? ഉടനെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, സഹോദരങ്ങളെ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എന്നെ ഒരു ശാസ്ത്രജ്ഞനായിട്ട് ജനിപ്പിക്കരുതേ എന്നാണ് പ്രാർത്ഥന. അദ്ദേഹം പറഞ്ഞു, ഒരു തൂപ്പുകാരനായിട്ട് ജനിച്ചാൽ മതി. ഞാൻ മടുത്തു. ഈ ശാസ്ത്രജ്ഞനായിട്ട് ജീവിച്ച് ഞാനിപ്പോൾ മരിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. കാരണം എന്താണെന്നറിയാവോ? ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം മൂലമാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും വലിയ തകർച്ചകളും ഭൂകമ്പങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം സങ്കടപ്പെട്ടാ മരിച്ചത്. നമ്മൾ ഓർക്കുക, നമ്മുടെ ചുറ്റുവട്ടത്തും ഇതുപോലെ അനേകരുടെ സങ്കടപ്പെട്ട മരണങ്ങൾ കാണുന്നില്ലേ? കണ്ണുനീരോടുകൂടെയുള്ള മരണം, അവരുടെ ജീവിതത്തെ അവർ നാശത്തോടുകൂടെ കണ്ട്, ദൈവമേ ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തോടുകൂടെയുള്ള മരണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അനിവാര്യമായ ഘടകമാണ് മരണം എന്നുള്ളത്. ഈ മരണത്തെ നീ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിന്റെ ജീവിതത്തിൽ മരണം സംഭവിക്കുമ്പോൾ ആ മരണത്തിന്റെ മുമ്പിൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ മരണം എന്തായിരുന്നു? യേശുക്രിസ്തുവിന്റെ മരണം രക്ഷാദായകമായ മരണമായിരുന്നു. അനേകർക്ക് ജീവൻ കിട്ടിയ മരണമായിരുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തുള്ളികളാൽ നമ്മളെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടു. അവന്റെ മരണം ലോകത്തിന് രക്ഷയായി മാറി. പ്രിയപ്പെട്ടവരെ, നിന്റെ മരണം നിന്റെ കുടുംബത്തിന്, നിന്റെ ദേശത്തിന് അനുഗ്രഹമാണോ നാശമാണോ? നീ മരിക്കുമ്പോൾ ആര് നിനക്ക് വേണ്ടി കരയും? നിന്റെ മരണസമയത്ത് നിന്റെ ജീവിതം മുഴുവൻ ദുഃഖകരമായിരിക്കുമോ? എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയായിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, കത്തോലിക്കാ സഭയുടെ പ്രാർത്ഥനകളില് പ്രത്യേകിച്ച് ഏറെ ഹൃദയസ്പർശിയായ പ്രാർത്ഥനകളാണ് ഒപ്പീസ്. മരിച്ച സമയങ്ങളില് മരണവീടുകളിൽ ചെല്ലുന്ന ഒപ്പീസ് വളരെ വലിയ പ്രാർത്ഥനയുണ്ടല്ലോ. മങ്ങിയൊരെന്ത് വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വത്തി. പ്രിയപ്പെട്ടവരെ, മങ്ങിയ അന്തി വെളിച്ചത്തിൽ അതാ കാവൽ മാലാഖമാർ വരികയാണ് നിന്റെ മരണദൂതവുമായി. അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മനോഹരമായിട്ട് ആ പാട്ടില്. എന്താണെന്നറിയോ? എനിക്ക് ഒരല്പസമയം കൂടെ തരുവോ? മാലാഖയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാലാഖെ, ഒരല്പസമയം കൂടെ തരുവോ? കാരണം ഞാൻ പലതും ചെയ്തു തീർത്തിട്ടില്ല, എനിക്കൊരല്പസമയം കൂടെ വേണം. ഇനിയാളോട് ക്ഷമിക്കാനുണ്ട്, ഇനിയാളോട് പൊറുക്കാനുണ്ട്, ഇന്നത് ചെയ്യാനുണ്ട്, ഞാനൊന്നും ചെയ്തില്ലല്ലോ.
നിന്റെ മരണസമയത്ത് നിനക്ക് സങ്കടമാണ് ഉണ്ടാവുന്നത്. ആ സങ്കടം ഉണ്ടാവാതിരിക്കാൻ ഇതാ അനേക മരണങ്ങൾ നിനക്കൊരു പാഠമായിട്ട് ഇന്ന് കർത്താവ് തരികയാണ്. എന്തിനാണെന്നറിയാവോ? നന്മ ചെയ്ത് ജീവിക്കാൻ. നന്മ ചെയ്ത് ജീവിക്കാൻ. സമ്പത്തിനു വേണ്ടി മാത്രം ഓടി ജീവിതം നശിപ്പിക്കരുത്. സത്യത്തില് ധനികന്മാരെല്ലാവരും ദരിദ്രരാണ്. കാരണം അവരുടെ കയ്യിൽ ആകപ്പാടെയുള്ളത് പണം മാത്രമാണ്, മറ്റൊന്നും അവരുടെ കയ്യിലില്ല. ധനികന്മാരെല്ലാവരും ദരിദ്രരാണ്. കാരണം അവരുടെ കയ്യിൽ പണമല്ലാതെ മറ്റൊന്നുമില്ല. സമ്പത്തിനു വേണ്ടി മാത്രം ജീവിതത്തെ കുറിച്ച് നീ ഓടരുത്. നീ ഈ ലോകത്തിന്റെ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാൻ വേണ്ടി മാത്രം ഓടരുത്. മറിച്ച് നീ ഓടുമ്പോൾ ഓർക്കണം ഉന്നതങ്ങളിലുള്ളവയെക്കുറിച്ച്, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ടുകൊണ്ട് ജീവിക്കുക. മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തെ തോൽപ്പിക്കാനാവില്ല. പലതിനെയും നിനക്ക് തോൽപ്പിക്കാം. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ വളരെ വലുതാണ്. ഈ ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയ്ക്കനുസരിച്ച് പലതും നിനക്ക് ചെയ്യാം. പക്ഷേ നിനക്കൊരിക്കലും മരണത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മരണം ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് അതിനെ സ്വീകരിക്കുക. യേശു ക്രിസ്തുവിന്റെ മരണത്തോട് ചേർന്നായിരിക്കുക. യേശു നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠവും അത് തന്നെയാണ്, അനുഗ്രഹത്തിന്റെ പാഠം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരി മഹാന്മാര് ജീവിതത്തിൽ ദുഃഖിച്ചു മരിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് കേട്ടിട്ടില്ലേ? ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടി നടന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഹോബിയായിരുന്നു എന്താണ്? ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുക. അതിനുവേണ്ടി അദ്ദേഹം ഓട്ടത്തോടോട്ടമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ കാണാൻ വരണമെങ്കിൽ 24 മണിക്കൂർ കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ട് വേണം വരാൻ. 24 മണിക്കൂർ കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ട് വേണം സ്വന്തം മകനെ കാണാൻ വരാൻ. ഓരോ രാജ്യവും വെട്ടിപ്പിടിച്ച് പോകുമ്പോഴും അമ്മ പറയും, മോനെ, എനിക്ക് മോനെ കാണാൻ ഭയങ്കര ആഗ്രഹം. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പറയും, അമ്മയെ സമയമായിട്ടില്ല. ഒരു രാജ്യം കൂടെ, മറ്റൊരു രാജ്യം കൂടെ. അതിങ്ങനെ ഒരു ഹരമായിട്ട് വന്നുകൊണ്ടിരുന്നു, ഒരു ഹരമായിട്ട് മാറി. നമുക്കറിയാലോ, ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ ഭാരത ഭൂവിലും അലക്സാണ്ടർ ദ ഗ്രേറ്റ് വന്നു. ഇവിടെ വന്ന് യുദ്ധമൊക്കെ നടത്തി തിരിച്ചു പോകുമ്പോഴാണ് അദ്ദേഹത്തിന് മാരക രോഗം സംഭവിക്കുന്നത്. മാരക രോഗം സംഭവിച്ച് അദ്ദേഹം കിടപ്പിലായി. വലിയ കൊട്ടാരത്തിൽ ഇദ്ദേഹം രോഗബാധിതനായി കിടക്കുവാണ്. രോഗബാധിതനായി കിടക്കുന്ന കൊട്ടാരം, വിലപിടിപ്പുള്ള കൊട്ടാരം, വിലപിടിപ്പുള്ള മെത്ത, വിലപിടിപ്പുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇതൊന്നും ആസ്വദിക്കാനായിട്ട് നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റിന് സാധിക്കുന്നില്ലല്ലോ. അദ്ദേഹം അങ്ങനെ കട്ടിലേക്ക് കിടക്കുന്ന അവസരത്തിൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയ ദുഃഖം. കാരണം അമ്മയെ കാണാൻ ആഗ്രഹം. അമ്മ പുറപ്പെട്ടിട്ടുണ്ട്. 24 മണിക്കൂർ സമയം വേണമല്ലോ. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു, അലക്സാണ്ടർ, താങ്കൾക്ക് 8 മണിക്കൂർ സമയം കൂടെയുള്ളൂ. 8 മണിക്കൂർ കഴിഞ്ഞാൽ താങ്കൾ മരിക്കും. ഉടനെ തന്നെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ചക്രവർത്തി ഡോക്ടർമാരോട് പറഞ്ഞു, ഡോക്ടർമാരെ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരല്പസമയം കൂടെ കൂട്ടിത്തരാമോ? എനിക്ക് എന്റെ അമ്മയൊന്ന് കാണാനാ, എന്റെ അമ്മയെ കാണാൻ. ഡോക്ടർമാര് പറഞ്ഞു, സമയം കൂട്ടിത്തരാൻ, ജീവൻ നിലനിർത്താൻ ഞങ്ങൾ ദൈവങ്ങളല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അമ്മയെ കാണാതെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മരിച്ചു. അമ്മയെ കാണാതെയാണ് മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടമായിരുന്നു, എല്ലാം വെട്ടിപ്പിടിക്കാൻ. മരണത്തിന് തൊട്ട് മുമ്പ് കൂടെയുണ്ടായിരുന്ന സേവകന്മാരോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ശവപ്പെട്ടിയിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? എന്റെ 2 കൈകളും തുറന്നിടണം. എന്റെ ഈ ശവവും കൊണ്ട് വിലാപയാത്രയായിട്ട് പോകുമ്പോൾ 2 കൈകളും തുറന്നു കിടക്കട്ടെ. സേവകന്മാർ ചോദിച്ചു, അതെന്തിനാ? ജനങ്ങൾ മനസ്സിലാക്കണം, അലക്സാണ്ടർ രാജാവിതാ പോകുന്നു. ഒന്നും സമ്പാദിക്കാതെ, ഒന്നും കൊണ്ടുപോകാതെ ഇദ്ദേഹം പോകുന്നു. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ രാജാവ് മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ കീഴടക്കിയിരിക്കുന്നു. ഒന്നും കൊണ്ടുപോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിലെ പ്രാർത്ഥനകളിലെ ശവസംസ്കാര ശുശ്രൂഷയിലെ പ്രാർത്ഥന എന്ത് തന്നെയല്ലേ? വിടവാങ്ങുന്നേ, ഞാൻ വിടവാങ്ങുകയാണ്. വീട്ടിൽ നിന്നും ശവമെടുത്ത് പള്ളിയിലോട്ട് പോകുന്ന സമയത്ത് മനോഹരമായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ദൈവജനമേ, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, വിടവാങ്ങുന്നു. ഞാൻ അശ്വരമായ ഈ ലോകത്ത് ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. ദൈവജനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ശവസംസ്കാര ശുശ്രൂഷ നടത്തപ്പെടുന്ന സമയത്ത് ശവപ്പെട്ടി വിളിച്ചു പറയുന്നതാണ്, ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. 6 അടി മണ്ണിലോട്ട് മാത്രം, അല്ലെ? സ്ഥലം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന അവസരത്തില് നീ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഈ സ്ഥലം വെട്ടിപ്പിടിക്കും. അപ്പോൾ സ്ഥലം നിന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാവോ?
ഞാൻ നിന്നെ വെട്ടിപ്പിടിക്കും, 6 അടി മണ്ണിൽ ഞാൻ നിന്നെ കിടക്കും. 6 അടി മണ്ണിൽ കിടക്കും. മനുഷ്യന്റെ ജീവിതം 6 അടി മണ്ണിൽ അവസാനിക്കും. 6 അടി മണ്ണിൽ അവസാനിക്കും. 6 അടി മണ്ണെന്ന പേരില് ലിയോ ടോൾസ്റ്റോയുടെ മനോഹരമായിട്ടുള്ളൊരു കഥ തന്നെ ഇല്ലേ? എന്താ കഥയുടെ ഉള്ളടക്കം? ഒരുവൻ ദരിദ്രനാണ്, പാവപ്പെട്ടവൻ. അവൻ വന്ന് വെച്ച് രാജാവിനോട് പറഞ്ഞു, രാജാവേ എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് സമ്പത്ത് വേണം. രാജാവ് പറഞ്ഞു, നിനക്കെന്തോരം സമ്പത്ത് വേണം? രാജാവിനോട് ഇവൻ പറഞ്ഞു, അങ്ങ് തരുന്നത് എനിക്കിതായോ? അപ്പോൾ ഉടനെ രാജാവ് ഈ ദരിദ്രനായ പാവപ്പെട്ട മനുഷ്യനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നാളെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നീ ഓടാൻ തുടങ്ങുക. നീ എവിടെയായിരിക്കുന്നോ അവിടെ മുതൽ ഓടാൻ തുടങ്ങുക. അങ്ങനെ ഓടി വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നീ ഓട്ടം നിർത്തി ഇവിടെ എത്തണം. അതായത് രാജകൊട്ടാരത്തിൽ നിന്ന് നീ ഓട്ടം തുടങ്ങി വൈകുന്നേരം സൂര്യസ്തമിക്കുമ്പോൾ നീ ഓടി ഇവിടെ എത്തുക. അപ്പോൾ എന്ത് സംഭവിക്കും? നീ ഓടിയ പ്രദേശം മുഴുവൻ നിന്റെ സ്വന്തമായി തീരും. ഇത് കേട്ട അവസരത്തില് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയ സന്തോഷം. കാരണം എന്താണ്? നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. രാവിലെ മുതൽ നടന്നാ മതിയല്ലോ, എന്തോ ഒരു സ്ഥലമാണ്, ഇത് ഓടിക്കോളാനാ പറഞ്ഞത്. ഇത് മുഴുവൻ നിന്റെ സ്വന്തമാവും, ഇത് മുഴുവൻ നിന്റെ സ്വന്തമാവും. ഇദ്ദേഹത്തിന് ഇത് കേട്ടിട്ട് അതിലില്ലാത്ത ആനന്ദം. രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല. നേരം വെളുത്തു, ഇദ്ദേഹം റെഡിയായി. ഇദ്ദേഹം സൂര്യൻ ഉദിച്ച ഉടനെ തന്നെ ഇദ്ദേഹം ഓടാൻ തുടങ്ങി. ആദ്യം നടന്നു, സാവധാനം നടന്നു, കുറച്ച് സ്പീഡിൽ നടന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ആകപ്പാട് ഉത്കണ്ഠയാകാൻ തുടങ്ങി. കാരണം എന്താണ്? സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഓടാൻ തുടങ്ങി. ഇദ്ദേഹം പുറകോട്ട് തിരിഞ്ഞു നോക്കി, ദൈവമേ, എന്തോരമാണ് ഞാൻ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് രാജാവ് പറഞ്ഞിരിക്കുന്നത്? ഇയാൾ എവിടെയെല്ലാം ഓടി നടന്നു വരുന്നുവോ അതെല്ലാം സ്വന്തമായിട്ട് വരും. ഇദ്ദേഹം ഓടാൻ തുടങ്ങി. ഭയങ്കര ഓട്ടം. ഇതെല്ലാം ഇദ്ദേഹത്തിന് ഭയങ്കര ആവേശമായി. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ആവേശം. എന്താണ്? ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതല്ല എന്റെ സ്വന്തം, എന്റെ സ്വന്തം. അതിങ്ങനെ ഓടി ഇദ്ദേഹത്തെ കുറിച്ചുള്ള ആ കഥയിൽ ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം ഓടി വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഓടി തളർന്നു വീണു. രാജകൊട്ടാരത്തിൽ ഇദ്ദേഹം തിരിച്ചെത്തിയില്ലത്രേ. പ്രിയപ്പെട്ടവരെ, ആർത്തിയാണ് ആർത്തി. എന്തിനോടാർത്തി? പണത്തോടാർത്തി, മണ്ണിനോടാർത്തി. നമുക്കറിയാലോ, ഈ പണവും മണ്ണും ഈ ലോകത്തിൻ്റെതായതുകൊണ്ട് അതിൽ തന്നെ തിന്മയുടെ ഒരു ബന്ധനം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്ര സ്നേഹമുള്ള വീട്ടിലാണെങ്കിലും സഹോദരങ്ങൾ തമ്മിൽ അടയും ചക്കരയും ഭയങ്കര സ്നേഹബന്ധം. പക്ഷേ ഒരു ദിവസം അവർ വഴക്കുണ്ടാക്കും. എപ്പോഴാണെന്നറിയോ? ഭാഗം വെപ്പിന്റെ ദിവസം അവർ വഴക്കുണ്ടാക്കുന്നു, അടിച്ചു പിരിയുന്നു. കാരണം അന്നാണ് മണ്ണിൽ തൊടുന്നത്. മണ്ണിൽ തൊടുന്ന അവസരത്തിൽ പിശാച് കയറി ഇടപെടാൻ തുടങ്ങും. കാരണം മണ്ണിന് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഈ ലോകത്തിന്റെ ദേവനെ കുറിച്ചാണ് പറയുന്നത്. അത് തിന്മയാണ്, സാത്താനാണെന്നാണ് പറയുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഈ ലോകത്തിന്റെ ദേവൻ അത് സാത്താനാണ്. അതുകൊണ്ടാണ് നീ എപ്പോഴൊക്കെ മണ്ണിൽ തൊടുന്നുവോ മണ്ണ് നിന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കും. നീ എപ്പോഴൊക്കെ പണത്തിൽ തൊടുന്നുവോ പണം ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ആകർഷണം അമിതമായിട്ട് നിന്നെ നശിപ്പിക്കും. നീ ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവത്തിങ്കിലേക്കും ദൈവകാര്യങ്ങളിലേക്കും നോക്കുക. നിന്റെ മരണം ധന്യമായ ഒരു മരണമായി തീരുവാൻ. മഹാന്മാരുടെ മരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? സങ്കടത്തോടുകൂടെ വിലപിച്ച് പ്രാഗിക്കൊണ്ടാണ് പലരും മരിച്ചത്. നിനക്കൊരു ധന്യമായ മരണം വേണമെങ്കിൽ നീ ചെയ്യേണ്ട ഒറ്റ പ്രവൃത്തിയുള്ളൂ, യേശുക്രിസ്തുവിന്റെ മരണം ധ്യാനിക്കുക. അവന്റെ മരണം കണ്ടിട്ട് ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. നിന്റെ മരണം കണ്ടിട്ട് അനേകർ പറയണം, ഇവൻ നന്നായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു, നല്ലൊരു ദൈവമകനായിരുന്നു, ദൈവമകളായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് പറയിപ്പിക്കാൻ നമുക്കിടവരുത്തട്ടെ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്ത് ജീവിക്കാൻ എനിക്ക് ചങ്കുറപ്പ് നൽകണമേ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, നീ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ നിന്റെ മരണസമയത്ത് അവർ നിനക്ക് വേണ്ടി കരയും. നിനക്ക് ശാന്തമായിട്ട് മരിക്കാൻ സാധിക്കും. നീ മരിക്കുമ്പോൾ ആർ നിനക്ക് വേണ്ടി കരയും? ഒരു ചോദ്യമാണ്. നീ മരിക്കുമ്പോൾ ആർ നിനക്ക് വേണ്ടി കരയും? പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒറ്റക്കാര്യം ഓർത്താൽ മതി. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്താൽ അവർ നിന്നെ ഓർത്ത് കരയും. നിനക്കൊരു ശാന്തമായ മരണം കിട്ടും. മറ്റുള്ളവരെ കരയിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നീയും കരയും, അവരും കരയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അനുദിന ജീവിത വഴികളിൽ നന്മ ചെയ്ത് ജീവിക്കാനുള്ള ചങ്കുറപ്പ് നൽകണമേ. പാപത്തിന്റെയും പാപ സാഹചര്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ബലം നൽകണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നയിക്കണമേ.
നല്ലൊരു ജീവിതവും നല്ലൊരു മരണവും ഞങ്ങൾക്ക് നൽകണമേ. അനേകർക്ക് നന്മ ചെയ്യാൻ ഉപകരണങ്ങളാക്കട്ടെ. പരിശുദ്ധ അമ്മേ കൂടെ ഉണ്ടാവട്ടെ. ആമേൻ.